ഒന്നാം പ്രതിയെ കണ്ടെത്തി. അതായത് 12 സീറ്റിൽ മത്സരിച്ച് 12ലും തോറ്റ കേരള കോൺഗ്രസ് മാണിയും അവസാനം കണ്ടെത്തിയിരിക്കുന്നു ഈ കനത്ത തോൽവിയിൽ ഒന്നാം പ്രതി മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ തന്നെയാണ് എന്നത്. അങ്ങനെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും കനത്ത പരാജയത്തിന് പിന്നാലെ ഇടതുമുന്നണിയിൽ ഭിന്നത അതിരൂക്ഷമാവുകയാണ്. കോട്ടയത്ത് നടന്ന കേരള കോൺഗ്രസ് എമ്മിൻ്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ കേരള കോൺഗ്രസിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടല്ല പരാജയപ്പെട്ടത് എന്നും മുഴുവൻ പ്രശ്നത്തിനും കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നാണ് അവർ പറയുന്നത്. പിണറായിക്കും CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുമെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങളാണ് കമ്മിറ്റിയിൽ ഉയർന്നത്. അന്തരിച്ച നേതാവ് കോടിയേരി ബാലകൃഷ്ണന് പകരക്കാരനാകാൻ ഈ MV ഗോവിന്ദനെ കൊണ്ട് സാധിച്ചില്ല എന്നാണ് യോഗം വിലയിരുത്തിയത്. ഗോവിന്ദൻ്റെ ശൈലി, പ്രത്യേകിച്ച് മാധ്യമങ്ങളെ കൈകാര്യം ചെയ്യുന്ന രീതി തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയുണ്ടാക്കിയതായി നേതാക്കൾ പറയുന്നു. അധികാരം എങ്ങനെയെങ്കിലും നിലനിർത്തണമെന്ന പിണറായിയുടെ ഒരു രീതി, അല്ലെങ്കിൽ ഗോവിന്ദൻ്റെ രീതി, അത് പാർട്ടിക്കും മുന്നണിക്കും വിള്ളലുണ്ടാക്കി എന്നാണ് ജോസ് കെ മാണിയും ടീമും കണ്ടെത്തിയിരിക്കുന്നത്. അത് കോടിയേരി നന്നായി കൈകാര്യം ചെയ്തിരുന്നു, എന്നാൽ ഗോവിന്ദൻ എല്ലാം പരാജയപ്പെടുത്തി. എങ്കിലും തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ പ്രധാന ഉത്തരവാദി മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്നും യോഗത്തിൽ പങ്കെടുത്ത ഒട്ടുമിക്ക നേതാക്കളും അഭിപ്രായപ്പെട്ടു. അതായത് ഇവിടെ ഭരിച്ചത് ഇടതു മുന്നണിയല്ല, CPM എന്ന പാർട്ടിക്ക് പോലും ഇവിടെ റോളുണ്ടായിരുന്നില്ല. അതിനു പകരം പിണറായി വിജയനും MV ഗോവിന്ദനും ചേർന്നുള്ള ഒരു കോക്കസാണ് നിലവിൽ CPMനെ തന്നെ നയിക്കുന്നത് എന്നാണ് മാണി ഗ്രൂപ്പ് വിലയിരുത്തിയത്. ഈ യോഗത്തിൽ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിൽ CPI അംഗങ്ങൾ വ്യാപകമായി UDFന് അനുകൂലമായി ക്രോസ് വോട്ട് ചെയ്തു എന്നുള്ളതാണ്. അത് സ്വാഭാവികമായും ചുവപ്പുകോട്ടകളുടെ തകർച്ചയ്ക്ക് കാരണമായി എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് പറഞ്ഞത് വെറുമൊരു നേതാവല്ല, സാക്ഷാൽ കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി തന്നെയാണ് യോഗത്തിൽ പറഞ്ഞത്. അത് മുന്നണിക്കകത്ത് ഏറ്റവും വലിയ അടി നടക്കാനുള്ള എല്ലാ സാഹചര്യവും തുറന്നു കഴിഞ്ഞു. പ്രത്യേകിച്ച് തളിപ്പറമ്പിൽ ശ്യാമളയെ മത്സരിപ്പിച്ചത് തിരിച്ചടിയാണെന്നും ഇത് പാർട്ടിയുടെ വിജയസാധ്യതകളെ ബാധിച്ചുവെന്നും ജോസ് കെ മാണി പ്രത്യേകമായി സൂചിപ്പിച്ചത് CPMൽ നിലനിൽക്കുന്ന സ്വജനപക്ഷപാതത്തെ എടുത്തു കാണിക്കാൻ തന്നെയായിരുന്നു. അതായത് CPMനെ പരമാവധി കുറ്റപ്പെടുത്തി സംഘർഷമുണ്ടാക്കി പ്രതിസന്ധി സൃഷ്ടിക്കാനും അതുവഴി LDFൽ നിന്നും പുറത്ത് ചാടാനുമുള്ളൊരു വഴി നോക്കുകയാണ് മാണി ഗ്രൂപ്പ് ചെയ്യുന്നത്. CPMന് താൻ വഴങ്ങുന്ന ശൈലിയൊക്കെ മതിയാക്കി ഇനി പിണറായി വിജയൻ്റെ കഴുത്തിന് തന്നെ പിടിക്കാനാണ് ജോസ് കെ മാണിയുടെ തീരുമാനം. അതാണ് വീണ്ടും വീണ്ടും പിണറായി തന്നെയാണ് ഈ തോൽവിയുടെ ഒന്നാം പ്രതിയെന്ന് അവർ സ്ഥാപിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ മുന്നണി യോഗത്തിൽ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ ഇത്തരത്തിൽ പരസ്യമായി സ്റ്റിയറിംഗ് കമ്മിറ്റി ഉന്നയിച്ചതിലും അത് മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നതിലും CPMൻ്റെ നേതൃത്വം കടുത്ത അതൃപ്തി അറിയിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ പിണറായിക്കും ഗോവിന്ദനുമെതിരെ വിമർശനം ഉന്നയിക്കുകയും അന്തരിച്ച കോടിയേരി ബാലകൃഷ്ണനെ അനുകൂലിച്ചുകൊണ്ട് പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നത് CPMൽ വലിയൊരു വിഭാഗീയതയ്ക്ക് തിരികൊളുത്തിയപ്പോഴാണ് ജോസ് കെ മാണിയും അതിൽ എണ്ണയൊഴിച്ച് കത്തിക്കാൻ നോക്കിയത്. ഏതായാലും ജോസ് കെ മാണിക്ക് പുറത്തേക്ക് പോകണമെന്ന ആഗ്രഹം കൂടിയപ്പോഴേക്കും കയ്യിലുള്ളതെല്ലാം പോയി. എങ്കിലും ഇനി പോകുന്നുണ്ടെങ്കിൽ തങ്ങളെ ഈ വഴിക്കാക്കിയ പിണറായിയെയും കൊണ്ടേ പോകുന്നു എന്നുള്ളത് തീരുമാനിച്ചിരിക്കുകയാണ് മാണിയുടെ പാർട്ടി. ചുരുക്കി പറഞ്ഞാൽ പിണറായി വിജയനെ വിശ്വസിച്ച് ഇല്ലാതായിപ്പോയ ഒരു പാർട്ടിയുടെ ദീനരോധനമാണ് ഈ കേട്ടത്.